പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുട്ടികളുള്ള ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ LKG-യിലൊക്കെ പഠിക്കുന്ന കുട്ടികളുള്ള ആൾക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു വീഡിയോ ആണ്. കാര്യം നമ്മുടെ മൊബൈലിൽ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കാനും കാര്യങ്ങളും ഉള്ള ഡ്രോയിങ്ങും അവരുടെ കൈ പിടിച്ച് ഓരോ അക്ഷരങ്ങൾ എഴുതിപ്പിക്കാനും ഉള്ള ഒരു ചെറിയ ഒരു സൈറ്റിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്തായാലും ആ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോമിൽ നമുക്ക് ആ സൈറ്റിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് ആ സൈറ്റിൽ കയറാവുന്നതാണ്. വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും എപ്പോഴും പറയാനുള്ളത് പോലെ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അതൊരു ഉപകാരമാവട്ടെ. ഈ സൈറ്റിനെ കുറിച്ച് ചിലർക്കെല്ലാം അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ ഈ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിന്റെ സെർച്ച് ബാറിൽ നമ്മളിപ്പോൾ ഈ സൈറ്റിന്റെ അഡ്രസ്സ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. pschool.in എന്നാണ് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്തത്. pschool.in എന്നാണ് ആ സൈറ്റിന്റെ യഥാർത്ഥ പേര്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമുക്കതിൽ ഫസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോസ് കാണാൻ സാധിക്കും. ഇതിൽ ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്ന് ഈ വീഡിയോയ്ക്ക് ഒരുപാട് സമയം നമുക്ക് എടുക്കും. അതുകൊണ്ട് ഞാനത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഓരോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോർണർ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. നമുക്ക് എത്രയായിരുന്നാലും ഇതൊന്ന് നോക്കാം. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് കളർ ചെയ്യുന്നതിനുമായിട്ടുള്ള പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും, ഓരോ കളർ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്കിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഓരോ കളർ ഇവിടെ വരാൻ സാധിക്കും. അവർക്ക് വലിയ അതിശയവും വിനോദവും ഒക്കെ ആയിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഗുഡ് ജോബ് എന്ന് വരും. നമ്മളത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പിക്ചർ വരും. ഇതും അതുപോലെയാണ്. കളറുകൾ നമ്മളിങ്ങനെ കൊടുക്കാനുള്ളതാണ്. നമുക്കിതുപോലെ കൊടുക്കാവുന്നതാണ്. ഓരോ കളറായിട്ട് ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓപ്ഷൻ. ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മറ്റൊരു കോഡ് ഉപയോഗിച്ച് അടുത്ത പല പല ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാം. അവർ തരുന്ന കോഡ് ഉപയോഗിച്ച് ഇത് രണ്ടാമത്തെ ഓപ്ഷൻ അതാണ്. ഇതാ ഓരോ കോഡ് മഞ്ഞ 2 അങ്ങനെ കൊടുത്തിട്ടുള്ള, അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അങ്ങനെ പല പല ഓപ്ഷനുകളിൽ നമുക്ക് കാണാം. നിങ്ങൾ ഇതിൽ കയറുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഐഡിയ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ അതുപോലെ ചെയ്താൽ മതി. ഇത് റൈറ്റിംഗ്. ഇതിപ്പം നമുക്ക് ഓരോ അക്ഷരങ്ങൾ എഴുതി അവരെ പഠിപ്പിക്കാനുള്ള ഒരു ഇതാണ്. നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇത് ഓരോ അക്ഷരങ്ങൾ നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കും. ഇങ്ങനെ ഓരോരോ അക്ഷരങ്ങളായിട്ട് എഴുതി ബി വന്ന് ഇതുപോലെ നമുക്ക് എഴുതി പഠിപ്പിക്കാനുള്ളതാണ് ഈ ഓപ്ഷൻ. ഇതിൽ മൂന്നാമത്തായി സ്റ്റോറീസ് ആണ്. ഇത് ഓരോരോ സ്റ്റോറിയാണ്. നമുക്കിത് ഈ ഓരോ സ്റ്റോറി ചിത്രങ്ങൾ ഉൾപ്പെടെ അതിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെറുതായിട്ടൊക്കെ വായിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ഇതാണിത്. ഇത് നമുക്ക് ഉപയോഗിക്കാം. ഗ്രാമർ. ഇത് ഗ്രാമറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്.
ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതും കുട്ടികൾക്ക് ആവശ്യം വരും. വേഴ്സുകളെ കുറിച്ചുള്ള ഒരു സംഭവങ്ങളാണിത്. ഇത് നമുക്ക് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഫ്രൂട്ട്സിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും അനിമൽസിനെ കുറിച്ചും ഒക്കെ ഉള്ള അതിനെക്കുറിച്ച് അതിൽ എഴുതാനും അതിനുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് മാത്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതിൽ ഓരോരോ കാര്യങ്ങളും നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത് മലയാളത്തിലേക്കുള്ള ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പം അവരെ കൊണ്ട് എഴുതിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അവരെ കൈപിടിച്ച് നമുക്ക് ഇതുപോലെ എഴുതിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇത് നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ പല പല ഓപ്ഷൻ ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൊച്ചു കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാം ഉപകാരമുള്ള ഒരു സൈറ്റാണ് ഇത്. നിങ്ങൾ ഈ സൈറ്റിൽ കയറുക, നിങ്ങളത് നോക്കുക, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് നോക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത് വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ. MK ചോയ്സ്.